ഹായ് ബ്രോ, എന്തൊക്കെയുണ്ട്? എന്താ സുഖം. ഞാൻ ചെറിയൊരു പരിപാടി നമ്മളതാണ്. ശരി, ഈ ബ്രോന്റെ ആണോ? അതെ അത് ശരി. ഞാനിത് നമ്മളെ കസാക്ക് റെസ്റ്റോറന്റിൽ ഒന്ന് ഫുഡ് കഴിക്കാൻ വന്നായിരുന്നു. അതെ, ഞാനിങ്ങനെ വീഡിയോ ചെയ്ത് ലാസ്റ്റ് ഒരു ഷോപ്പ് തുടങ്ങി. നിങ്ങളെങ്ങനെ ഷോപ്പ് തുടങ്ങി? ഇത് നല്ല മുന്നേറ്റം കേട്ടോ. കാരണം ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ ഇത് മൈൻഡിൽ വെച്ചോളി. നിങ്ങൾ ഹോട്ടലിന്റെ വീഡിയോ ചെയ്യാൻ പോകുമ്പോൾ അവിടെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ട്, അവിടെ നിങ്ങളൊരു കട തുടങ്ങാം. അതെ, നൈസ് ഓപ്ഷൻ അല്ലേ? നമ്മളെ അടുത്ത ഷോപ്പിന് ഈ അടുത്ത ആഴ്ച അല്ലെങ്കിൽ വേറെ ഷോപ്പ് തുടങ്ങാൻ പോകണം. അപ്പൊ ബ്രോ വീഡിയോ ചെയ്യുന്ന എല്ലാ ഷോപ്പിന്റെ മുന്നിൽ കുനാഫ നമുക്ക് പ്രതീക്ഷിക്കാം. കുനാഫ അല്ലാതെ വേറെ എന്തെങ്കിലും പ്ലാനിലുണ്ടോ? കുനാഫ ബക്ലാവ, പിന്നെ കുനാഫ കാർട്ട് എന്നാണ് നമ്മളതിന്റെ പേര്. അതിലെല്ലാം ഉണ്ടാവും. കുനാഫ ഉണ്ടാവും, കുനാഫ ചോക്ലേറ്റ്, കുനാഫ ഐസ്ക്രീം, കുനാഫ കേക്ക്സ് എല്ലാം ഇറക്കാനാണ് നമ്മൾ പ്ലാന്. വലിയ പരിപാടി തന്നെ. അതെ, വലിയ പരിപാടിയാണ്. ഈ ബുദ്ധി നമുക്ക് എന്നോട് നേരത്തെ തോന്നിയില്ല. എല്ലാത്തിനും അതിൻ്റെതായ സമയം. ഇപ്പൊ എത്ര ഐറ്റം വെറൈറ്റി കുനാഫാസിന്റെ ഇവിടെ നമുക്കൊരു 6 ഐറ്റം ഉണ്ട് നിലവിൽ. 7 ഐറ്റം ഉണ്ട്. അപ്പൊ നമ്മളിപ്പോ 20% ഡിസ്കൗണ്ടിലാണ് നമ്മളെ കടയിൽ കൊടുക്കുന്നത്. സ്റ്റാർട്ടിങ്ങിൽ ഒരു മാസത്തോളം. അപ്പൊ മണ്ണാർക്കാട്ട് റോഡിൽ ആരെങ്കിലും കുനാഫ കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നേരെ പോകുന്ന പോയിട്ടാ. നമ്മള് പെൻ ബ്ലോഗർ മൂപ്പരെ സ്വന്തം ഷോപ്പാണ്. അതെ, കറക്റ്റ് പറഞ്ഞാൽ അടിപൊളിയാണ് അല്ലേ? ചുമ്മാ പറയുന്നല്ല, ഇവനവിടെ നിർത്തിയതുകൊണ്ട് പറയുന്നല്ല, അടിപൊളിയാണ്. എന്തായാലും കഴിച്ചു വെക്കേണ്ട സംഭവം തന്നെ. കുനാഫ പല കോലത്തിലും ഉണ്ടാക്കാം. സാധാരണ സേമിയം കൊണ്ട് കുനാഫ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്, അരിപ്പൊടിയും കൊണ്ട് കുനാഫ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. ഒറിജിനൽ ഡോവ്, ഒറിജിനൽ കക്കേക്ക് സാധനം ഇമ്പോർട്ട് ചെയ്തിട്ട് അതുകൊണ്ട് ഉണ്ടാക്കാം. കോംപ്രമൈസ് ഇല്ല, ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ഇല്ല. അങ്ങനെ തന്നെ ഫുഡ് ബ്ലോഗേഴ്സ് എന്ത് തുടങ്ങിയാലും അടിപൊളിയാവും. ആ ക്വാളിറ്റിയിലേ തുടങ്ങുള്ളൂ, അത് നമുക്ക് അറിയാലോ. അതെ.